ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വീണ്ടും ഒരു ചിക്കൻ ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ചപ്പാത്തിക്കും ചോറിനും നെയ്ച്ചോറിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള കുറച്ച് ഡ്രൈ റോസ്റ്റ് ആയിട്ടുള്ളതാണ്. ഒരുപാട് അങ്ങനെ ചാറുള്ള ഒരു ഡിഷല്ല. ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ഇനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് അതിനാവശ്യത്തിനുള്ളത്. ഒരു സ്പൂണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി 1 ടീസ്പൂൺ തൈര് കൂടി അതിലേക്ക് ചേർക്കുന്നു. ഇനി ഇതെല്ലാം തമ്മിൽ നന്നായി നമുക്കൊന്ന് ഇളക്കി ചേർക്കണം. സ്പൂൺ വെച്ച് ഇളക്കി ചേർക്കുക, അതല്ലെങ്കിൽ കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നന്നായി തിരുമ്മി പിടിപ്പിച്ച ശേഷം ഇത് നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും മൂടി വയ്ക്കാം. ഇനി പാത്രം അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഞാനിവിടെ 3 വലിയ സവോള എടുത്തിട്ടുണ്ട്. ഒരുപോലെ അരിഞ്ഞ ഈ സവോള നമുക്ക് ഈ എണ്ണയിലിട്ടൊന്ന് വറുത്ത് കോരാം. ഏതാണ്ട് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. ഇനി ആ സവോള വറുത്ത അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ പീസ് ഇടാം. അത് നമുക്ക് ചെറുതായി ഒന്ന് വറുത്തെടുക്കണം. മുഴുവൻ വേവും വേണ്ട, ഒരു പകുതി വേവോളം നമുക്കിതിൽ വറുത്തെടുക്കാം. ഞാനിവിടെ 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്തത്, 2 തവണയായിട്ടാണ് ചെയ്തത്. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് നന്നായി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പകുതിയായിട്ടിട്ട് വറുത്തെടുത്തു. ഈ ഒരു പരുവമൊക്കെ ആകുമ്പോഴേക്കും നമ്മളത് കോരി മാറ്റുകയാണ് ചെയ്യുന്നത്. വീണ്ടും അടുത്ത ബാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കൻ കൂടെ അതിലേക്കിട്ട് നമ്മളത് വറുത്തെടുക്കുകയാണ്. അതുകൂടി കോരി മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് സവോള, ഇത് 1 സവോള മാത്രം എടുത്തിട്ടുള്ളൂ, 3 പച്ചമുളക്, കറിവേപ്പില, ഇത്രയും എടുത്ത് അതേ എണ്ണയിലേക്ക് തന്നെ ഇട്ടു. അത് വഴന്നു വന്നപ്പോഴേക്കും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വീണ്ടും 1 സ്പൂൺ ചേർക്കുവാണ്. അതുകൂടി മൂത്ത് വരുമ്പോൾ നമുക്ക് മസാല ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി 1 ടീസ്പൂൺ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ ചേർത്തത്. 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്തു. പൊടികൾ നന്നായി ഇളക്കി ചേർത്ത് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഞാനിവിടെ 2 തക്കാളി മിക്സിയിൽ അരച്ചു വെച്ചിരുന്നു, അതുകൂടി ഇതിലേക്ക് ചേർക്കുവാണ്. തക്കാളി നന്നായി വെന്ത് വരണം. അതിനുശേഷം ആ എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ വന്ന് കണ്ടോ, ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർക്കാം. ഇനി ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറിയ തീയിൽ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ആദ്യം നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന ആ സവോള ഇതിലേക്ക് ചേർക്കാം. ഒപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല കൂടെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല, പിന്നെ ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാം. അവസാനം ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം ഇങ്ങനെ നീളത്തിലരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്തു. അത് ഓപ്ഷണലാണ്, ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. കുറച്ച് മല്ലിയില മാത്രം ചേർത്താലും മതി. എന്നിട്ട് നന്നായി ഇളക്കി ഒരു 1/2 മിനിറ്റെങ്കിലും ഇതൊന്ന് അടച്ചു വെക്കുക. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്.